സർ, രാജസ്ഥാനിലേക്ക് നമ്മൾ എത്തുന്നു. രാജസ്ഥാൻ കഴിഞ്ഞ തവണ 25 സീറ്റുകളിലും BJP സമ്പൂർണ്ണാധിപത്യം നേടിയതാണ്. ആ രാജസ്ഥാൻ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അശോക് ഗെഹ്ലോട്ടിനെ പുറത്താക്കി അവിടെ വീണ്ടും BJP ശക്തമായ ആധിപത്യം നിയമസഭയിൽ തെളിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് രാജസ്ഥാന്റെ സാമൂഹികമായിട്ടുള്ള ഘടന, അവിടെ ഒരു ബൈപോളർ പൊളിറ്റിക്സ് നിലനിൽക്കുന്നു എന്നൊരു സാഹചര്യം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജസ്ഥാൻ 7 സീറ്റുകളാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. 7 സീറ്റ്സ്, 25-ൽ 7 സീറ്റുകൾ കോൺഗ്രസ് നേടും എന്നാണ് ഇന്ത്യ മുന്നണി കരുതുന്നത്. രാജസ്ഥാനിൽ 25-ൽ 7, 18 സീറ്റുകൾ NDA കൊണ്ടുപോകുമെന്ന് ഇന്ത്യ മുന്നണി തന്നെ പറയുന്നു. സർവേ ഫലങ്ങൾ അനുസരിച്ചും രാജസ്ഥാനിൽ വരുന്നത് പരമാവധി 7 സീറ്റുകൾ വരെ നേടാം എന്നതാണ്. പരമാവധി 7 സീറ്റുകൾ വരെ നേടാം എന്ന് സർവേ ഫലങ്ങളും പറയുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, രാജസ്ഥാനിൽ എന്താണ് ഇന്ത്യ മുന്നണിയുടെ ടേക്ക്? അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാനത് മീറ്റ് എഡിറ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയുള്ള 25 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം 100% വിക്ടറിയാണ് പിന്നെ BJPക്ക് ഉണ്ടായിരുന്നത്. BJP ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കേട്ടോ. ഒരു സഖ്യകക്ഷി ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കൂടെ. ആ സഖ്യകക്ഷി ഈ പ്രാവശ്യം നമുക്കറിയുന്ന പോലെ കോൺഗ്രസിൻ്റെ കൂടെയാണ്. അപ്പം BJP ഒറ്റയ്ക്കാണ് അവിടെ ഇപ്രാവശ്യം മത്സരിച്ചിരിക്കുന്നത്. 25 സീറ്റിൽ 7 സീറ്റുകൾ വരെ കോൺഗ്രസിന് അവിടെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ആദ്യം മുതലുള്ള എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഞാൻ ആ നമ്പറിൽ ഉറച്ചു വയ്ക്കുന്നു കേട്ടോ. 7 നമ്പർ. എത്രയായിരുന്നു ഇവർ പറഞ്ഞിരിക്കുന്നത്? പരമാവധി 7 സീറ്റുകൾ വരെ നേടാം. എത്രയാ? പരമാവധി 7 സീറ്റുകൾ. അതെ, അപ്പോൾ അതിനകത്തൊരു വലിയ ടേക്ക് എനിക്ക് തോന്നുന്നില്ല. അത് സുജയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതിലേക്ക് വരാം. ഇപ്പൊ മാജിക് നമ്പർ ആരാ എഴുതുന്നത്? മാജിക് ബുക്ക് ഉണ്ണി സാറിന്റെ നമ്പർ ഞാൻ എഴുതാം. എന്റെ കയ്യിലാണ് ഇപ്പോൾ ബുക്ക്. എഴുതിയാൽ മതി. 7 എഴുതിയാൽ മതി. ഓക്കെ, ഫൈൻ. ദാറ്റ്സ് എ ഗുഡ് 7. ഞാനും അത് തന്നെയാണ് കേട്ടോ. ഉണ്ണി സാർ ഇന്ത്യ ബ്ലോക്ക് കോൺഗ്രസ്. ഓക്കെ, സോ സ്മൃതി പരുത്തിക്കാട് 7 തന്നെയാണ്. രാജസ്ഥാനിൽ 7 തന്നെയാണ്. ഇറ്റ്സ് എ റിയലിസ്റ്റിക് നമ്പർ. അഗ്നിവീറോ മറ്റു കാര്യങ്ങളോ ഒന്നും രാജസ്ഥാനിൽ പ്രത്യേകിച്ച് കൂടുതൽ ആർമിയിലേക്ക് കുട്ടികളെ അയക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നതുകൊണ്ടും കൂടുതൽ കൂടുന്നില്ല. സ്മൃതി? ഇല്ല, അഗ്നിവീറും രജപുത് വിഭാഗത്തിന്റെ പ്രതിഷേധമൊക്കെ അവിടെ പ്രതിഫലിക്കും. അത് കണക്കാക്കിയിട്ടാണ് അവർ തന്നെ 7 അവകാശപ്പെടുന്നുള്ളൂ. 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. കർഷകരുണ്ട്, കോൺഗ്രസ് അത്രേ അവകാശപ്പെടുന്നുള്ളൂ. കർഷകരുണ്ട്, രജപുത്രരുണ്ട്, ഒപ്പം തന്നെ സ്വാഭാവികമായും അവിടെ യുവാക്കളുണ്ട്. ഈ 3 ഫാക്ടേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിൽ. 7. ഓക്കെ സർ. MV നികേഷ് കുമാർ? നോക്കൂ, രാജസ്ഥാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസ് അവിടെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച പാർട്ടിയാണ്. നമുക്കറിയാം, അവിടെ രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200 സീറ്റുകളാണല്ലോ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അവിടെ CPIM-നെയും ഭാരതീയ ആദിവാസി പാർട്ടിയെയും ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ് വിലയിരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് സിക്കാർ സീറ്റ് നൽകിയിരിക്കുന്നത്, ഭാരത് ആദിവാസി പാർട്ടിക്കും മറ്റൊരു സീറ്റ് നൽകിയിരിക്കുന്നത്. അങ്ങനെ 23 സീറ്റുകളിൽ കോൺഗ്രസും 2 സീറ്റുകളിൽ CPM-ഉം ഭാരത് ആദിവാസി പാർട്ടിയുമാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. ഞാൻ കണക്കാക്കുന്നത് കടുത്ത മത്സരം 9 മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ചുരു, നഗൗർ, ജുംജുനു, സിക്കാർ, ദൗസ, കോട്ട, ജോധ്പൂർ, ബാർമർ, ബൻസ്വാര, ഈ 9 മണ്ഡലങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. അതിൽ 7 സീറ്റുകൾ വരെ ഞാൻ സ്മൃതിയോടും ഉണ്ണി ബാലകൃഷ്ണനോടും യോജിക്കുന്നു. ഇന്ത്യ ബ്ലോക്കിൻ്റെ കണക്കിനെ ഞാൻ അംഗീകരിക്കുന്നു. 7 സീറ്റുകളിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതിൽ സിക്കാറിൽ അമ്രാറാം CPM സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ടത്, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അഗ്നിവീർ അടക്കമുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ BJPക്കെതിരെ തിരിഞ്ഞുകുത്തുന്നുണ്ട്. ജാട്ട്, രാജ്പൂത് വിഭാഗങ്ങളുടെ രോഷം അവിടെ വളരെ സജീവമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിലക്കയറ്റം, ഈ പറയുന്ന മറ്റു വിഷയങ്ങൾ, അതായത് ഏറ്റവും കടുത്ത ചൂട് അനുഭവപ്പെടുന്ന സംസ്ഥാനമാണല്ലോ രാജസ്ഥാൻ എന്ന് പറയുന്നത്. പലയിടത്തും ജലക്ഷാമം, അങ്ങനെ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. കുറഞ്ഞത് 7 സീറ്റ്, ഞാൻ 7 തൽക്കാലം അത് ടാലി ഇടുകയാണ്. 7 സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിന് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആൻഡ്രൂ? ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, രാജസ്ഥാനിൽ BJP 25 സീറ്റിൽ BJP-യാണ് മത്സരിക്കുന്നത്. ഇന്ത്യൻ മുന്നണിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 22 സീറ്റിലും ഭാരത ആദിവാസി പാർട്ടി 1, CPIM 1, രാഷ്ട്രീയ ലോകതന്ത്ര പാർട്ടി അത് 1 അപ്പം ഞാൻ അതിനെ വിശ്വസിക്കുന്നത് അതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം അരുൺ? 2 ലക്ഷത്തിൽ താഴെ വോട്ടുകൾ മേടിച്ച് താഴെ വോട്ടുകൾ കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് വെറും 3 എണ്ണമാണ്. ബാക്കി 22 സീറ്റിൽ 2 ലക്ഷത്തിന് മേലെ അധികം വോട്ടുകൾ കിട്ടുന്ന സ്ഥലമാണ് അവിടെ. മാർജിൻ ഭൂരിപക്ഷമാണ് പറയുന്നത്. ഭൂരിപക്ഷം 2 ലക്ഷത്തിലധികമാണ് 23 സീറ്റിലും. 3 സീറ്റിൽ മാത്രമാണ് 2 ലക്ഷത്തിൽ താഴെ. അങ്ങനെ വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്
0 തുടങ്ങി 1 വരെയാണ്. ഒന്നും കിട്ടില്ല എന്നാണ് എൻ്റെ ഇത്. പക്ഷേ ഒരെണ്ണം ഈ പറഞ്ഞ CPIM സ്ഥാനാർത്ഥിക്ക് ഒരു നേരിയ സാധ്യതയുണ്ട്, ബാക്കി ആർക്കും ഒന്നുമില്ല. അപ്പം 1 എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എത്രയാണ്? 1. Only 1 seat Yeah. for BJP. Yeah. No. Rajasthan. India. For India Munnani. Yeah. Oh, great. That's a huge number. Okay, sir. Is it a huge number? Huge number. 24 അവിടെ BJP. It's a huge number. അത് ഇന്ത്യ മുന്നണി മൈ ടുഡേ ഇന്ത്യ ആക്സിസ് പോലും പ്രവചിക്കാത്ത നമ്പറാണ് ആന്റോ അഗസ്റ്റിൻ പറയുന്നത്. 25-ൽ 18 സീറ്റുകൾ വരെയാണ് പരമാവധി മൈ ആക്സിസ് ഇന്ത്യ ടുഡേ സർവേ പറയുന്നത്. അവിടെയാണ് ആന്റോ അഗസ്റ്റിൻ 24 സീറ്റുകൾ BJPക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ സർ. ഓക്കെ, സുജയ. ഡോക്ടർ അരുൺ പറയുന്നോ? സുജയ പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ മൈ ടേക്ക് ഈസ് BJP 22, കോൺഗ്രസ് 3 എന്നുള്ളതാണ്. കോൺഗ്രസിന് 3 സീറ്റുകൾ അവിടെ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കോൺഗ്രസിന് കിട്ടുന്നത് 3 സീറ്റുകൾ, അതായത് ഇന്ത്യ മുന്നണി എന്നുള്ളതിൽ കോൺഗ്രസ് ആണ് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. CPMന് ഒന്നും കിട്ടില്ല. കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന സീറ്റുകൾ ദൗസ, ടോങ് സവായ് മാധോപൂർ, കരൗലി, ഈ 3 സീറ്റുകളായിരിക്കും രാജസ്ഥാനിൽ കിട്ടാൻ പോകുന്നത്. BJPക്ക് 22 സീറ്റുകൾ, അതിൽ 17 എണ്ണം ഷുവർ ഷോട്ടാണ്, 5 എണ്ണത്തിൽ ഹൈ ചാൻസുമാണ്. അങ്ങനെയാണ് ഞാൻ 22 എന്ന നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്. 5 എണ്ണത്തിൽ മാത്രമാണ് BJP ശക്തമായ ഒരു മത്സരം നേരിടുന്നത്. 22 സീറ്റുകളിൽ 25-ൽ പോകാൻ സാധ്യതയുള്ളത് 3 ആണ്. അത് പോകുമെന്നൊന്നും ഉറപ്പില്ല, പക്ഷേ പോവുകയാണെങ്കിൽ 3 സീറ്റുകൾ മാത്രമേ പോവുകയുള്ളൂ ഇന്ത്യ മുന്നണിയിലേക്ക് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ടാലി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് 3, അതിൽ കോൺഗ്രസിന്റെ 3 സീറ്റുകൾ ഞാൻ പറയുന്നു: ദൗസ, ടോങ് സവായ് മാധോപൂർ, കരൗലി. ഓക്കെ, മൈ ടേക്ക്. ഞാൻ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം NDAയും ഇന്ത്യ മുന്നണിയും അഥവാ BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം 42% BJPക്ക്. അവിടെ അശോക് ഗെഹ്ലോട്ടിന് ഭരണം പോയി എന്നത് നേരാണെങ്കിലും അവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 2%. 42% BJPക്ക്, 40% ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. സ്വാഭാവികമായും ഈ ഘട്ടത്തിലാണ് നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതായത് അശോക് ഗെഹ്ലോട്ട് ഗവൺമെന്റിനോടുള്ള ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ BJPക്ക് 42% മാത്രമാണ് വോട്ട് നേടാൻ സാധിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 40 വോട്ട് ശതമാനം 2% കുറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2019 ചിത്രമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 59% BJPക്കും 34% ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമാണ്. 15% ഡിഫറൻസ് ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ ഡിഫറൻസ് 2% കുറയുന്നു. ഇത്തവണ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർവേ ഫലങ്ങൾ പറയുന്നത് പോലെ പരമാവധി 7 സീറ്റുകൾ വരെ കിട്ടാമെന്ന് ഡിജിറ്റൽ ഞാനും ഉറച്ചു നിൽക്കുന്നു. ഞാനും രാജസ്ഥാനിൽ 7 സീറ്റുകൾ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഥവാ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കാം എന്ന സാധ്യതയാണ് ഞാനും കാണുന്നത്. അത് 2023 കണക്ക് വെച്ചാണ്. 2023 കണക്ക് വെച്ചാണെങ്കിൽ ഒരു പക്ഷേ 13 സീറ്റുകൾ വരെ കിട്ടാം. പക്ഷേ അവിടെ ഒരു ബൈപ്പോളാർ സ്വഭാവമുള്ള രാഷ്ട്രീയം രാജസ്ഥാനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും രാജസ്ഥാനിൽ ഹിന്ദുത്വ വോട്ടുകൾ കൃത്യമായി നരേന്ദ്രമോദിക്ക് പിന്നിൽ ഏകീകരിക്കുന്നു എന്നതുകൊണ്ടും ഇതിൽ കൂടുതൽ സീറ്റുകൾ ഈ ഘട്ടത്തിൽ പ്രവചിക്കുക വയ്യ. പക്ഷേ 18 സീറ്റുകൾ NDAയ്ക്കും 7 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ടേക്ക് രാജസ്ഥാന്റെ കാര്യത്തിൽ. അങ്ങനെ നമ്മളുടെ കണക്കുകൾ മൊത്തം എത്തുമ്പോൾ ഏറ്റവും കുറവ് പ്രവചിച്ചിരിക്കുന്നത് ആന്റോ അഗസ്റ്റിനാണ്. 1 സീറ്റാണ് രാജസ്ഥാനിൽ പ്രവചിച്ചിരിക്കുന്നത്. മാക്സിമം പ്രവചിച്ചിരിക്കുന്നത് 7. രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണി പ്രവചിച്ചിരിക്കുന്നത് 7 സീറ്റുകളാണ്. റിപ്പോർട്ടറിന്റെ എഡിറ്റോറിയൽ ടീം രാജസ്ഥാനിൽ പ്രവചിക്കുന്നത് 1 to 7 സീറ്റ്സ് എന്ന റേഞ്ചാണ്. 1 മുതൽ 7 സീറ്റുകൾ വരെ. ട്രൈബൽസ്, ഒപ്പം തന്നെ ജാട്സ് വിഭാഗം, യുവാക്കളായിട്ടുള്ളവർ, കർഷകർ, ഇവർ ഈ വോട്ടെടുപ്പിൽ വളരെ നിർണായകമായ സ്വാധീന ശേഷിയാണ്. ഇവർക്കെതിരെ ഇവരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളും ചർച്ചയായിരുന്നു. പക്ഷേ അതിനെ മറികടന്നു പോകുന്നൊരു പ്രഭാവം മോദിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും 18 സീറ്റുകൾ വരെ ഇന്ത്യ നേടിയിരിക്കാം എന്നതാണ്. അപ്പോൾ ഉത്തർപ്രദേശും